വെൽക്കം ടു TECHWINGSYS. അപ്പോൾ ഇത് നമ്മുടെ വേർഡ്പ്രസിന്റെ മാസ്റ്റർ പ്രൊജക്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വേർഡ്പ്രസിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ്. അതായത് നമ്മളിപ്പം വേർഡ്പ്രസിന്റെ ഇൻസ്റ്റാളേഷൻ ഓൾറെഡി ഇപ്പോൾ ഒരു 3ഓളം വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പല രീതികളിൽ. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിന്ന് ചെയ്യുന്നത് ലോക്കലായിട്ട് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്, അതായത് മൾട്ടിപ്പിൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ് നമ്മുടെ ലോക്കലി നമുക്ക് ചെയ്യാം, വേർഡ്പ്രസ് വെബ്സൈറ്റ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് പോലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് localwp.com എന്നായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഓർ ഡൗൺലോഡ് ഫോർ ഫ്രീ. നമുക്കിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നിങ്ങളിവിടെ ഡൗൺലോഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ നോർമലി നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നതെന്ന്. ഡെസ്ക്ടോപ്പിൽ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്, ലോക്കൽ എന്ന് പറഞ്ഞ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നോർമലി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ ലോക്കൽ സൈറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഇത് രണ്ടെണ്ണം മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് വെബ്സൈറ്റുകളാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പേഴ്സണൽ സൈറ്റ്, അടുത്തത് TWS എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു വെബ്സൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ, അതായത് ഇടതുവശത്ത് ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഒന്നിലധികം എത്ര സൈറ്റുകൾ വേണോ നമുക്ക് ഓരോ സൈറ്റുകളും ഈ രീതിക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു പുതിയൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കും വാട്ട്സ് യുവർ സൈറ്റ് നെയിം, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന വെബ്സൈറ്റിൻ്റെ പേരെന്താണ്. ഇവിടെ നമുക്ക് ആ പേര് കൊടുക്കാം. അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്ത് വിടുക. ദെൻ അതിനുശേഷം സെറ്റപ്പ് വേർഡ്പ്രസ്. ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുക്കണം. ഇവിടെ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ മറന്നു പോകാതിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത്. അതിനുശേഷം ആഡ് സൈറ്റ്. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടെ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ആയി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാം. ഇൻസ്റ്റാളിങ് വേർഡ്പ്രസ് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പുതിയൊരു സൈറ്റ് നമ്മൾ ആഡ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, ഇടതുവശത്ത് കണ്ടോ 3 സൈറ്റുകൾ വന്ന്. നമ്മളിവിടെ പേര് കൊടുത്തത് TECHWINGSYS, അതിവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സൈറ്റ് കാണാനായിട്ട് ഓപ്പൺ സൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നോർമലി ഒരു വെബ്സൈറ്റ് ഒരു ഓപ്പൺ ആയി വന്നു. ഇതായിരിക്കും ഇതിൻ്റെ നോർമൽ വ്യൂ ആയിട്ട് വരുന്നത്. അപ്പം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഫസ്റ്റിലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നോർമലി ഇരിക്കുന്നത്. ഇനി നമുക്ക് അഡ്മിൻ പാനലിലേക്ക് പോകാനായിട്ട് ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ വേർഡ്പ്രസിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും, അത് കൊടുക്കുക. അതിനുശേഷം ഡാഷ്ബോർഡിലോട്ട് വരും. ഇതായിരിക്കും വേർഡ്പ്രസിൻ്റെ ഡാഷ് ബോർഡായിട്ട് വരുന്നത്. ഇനി ഈ ഡാഷ്ബോർഡിൽ നമ്മൾ എങ്ങനെ പോസ്റ്റ്, എങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതിൻ്റെ തീമുകൾ ചേഞ്ച് ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തൊട്ടടുത്ത ഓരോരോ വീഡിയോകളിലും ആയിരിക്കും നമ്മൾ നോക്കി വരുന്നത്. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടൊരു വെബ്സൈറ്റ്, ഒരു ബിസിനസ് വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ വെബ്സൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ ഈ ഒരു വീഡിയോ സീരീസ് കണ്ടിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും IT ജോബ് നോക്കുന്നുണ്ട്, അതിനായിട്ടിപ്പം ജാവ, PHP, പൈത്തൺ ഇവയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് പഠിച്ച് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് TECHWINGSYSനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതായിരിക്കും വെബ്സൈറ്റ് ആയിട്ട് വരുന്നത് TECHWINGSYS.com. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ കോഴ്സ് ഡീറ്റെയിൽസ്, പ്രൊജക്ട് ഡീറ്റെയിൽസ്, റിവ്യൂകൾ, ഗാലറി, ഞങ്ങളുടെ ബ്ലോഗുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേർഡ്പ്രസ് വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ
നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരു ലേണിങ്ങിൻ്റെ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. മീൻസ് ഇങ്ങനെ നിങ്ങൾക്ക് പല രീതികളിലുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. കാരണം നമ്മുടെ നാളത്തെ തൊട്ടടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടൊരു ബിസിനസ് വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഇനി മേ ബി ഇതിൻ്റെ ഒരു സെക്കൻഡ് ഒരു മാസ്റ്റർ പ്രോജക്റ്റ് മേ ബി കാണാം. അങ്ങനെ വന്നാൽ അതൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ ഒരു മാസ്റ്റർ പ്രോജക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ആ ഒരു വീഡിയോ സെഗ്മെന്റിൽ നമ്മൾ ഈ ബേസിക് കാര്യങ്ങളൊന്നും നമ്മൾ കവർ ചെയ്യത്തില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളായിരിക്കും കവർ ചെയ്യണത്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ഫസ്റ്റ് ലെവൽ മാസ്റ്റർ പ്രോജക്റ്റ് ഏറ്റവും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.